മുകേഷും ഈ പരാതിക്കാരിയായ നടിയും തമ്മിൽ നടത്തിയിട്ടുള്ള ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും എല്ലാമാണ് ഡിജിറ്റൽ തെളിവുകളായി അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് കുറ്റപത്രത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മറ്റ് സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി അടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുകേഷിനെതിരെ ചില തെളിവുകളുണ്ട് എന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം പരാമർശിക്കുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സെപ്റ്റംബറിലാണ് കേസ് മരട് പോലീസ് എടുത്തത്. ഏകദേശം 5 മാസത്തിനിപ്പുറം കുറ്റപത്രം സമർപ്പിക്കാനായി എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് ഒരു വലിയ കാലപ്പഴക്കം ചെന്നൊരു കേസാണ്. അന്വേഷണ സംഘത്തിന് മുൻപിൽ പല വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് 5 മാസത്തിനുള്ളിൽ തന്നെ അവർ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നടി ഈ കേസുമായി മുന്നോട്ട് പോകാൻ എടുത്ത തീരുമാനമാണ് ഈ അന്വേഷണ സംഘത്തിന് ഏറ്റവും ഗുണകരമായത്. അവർ പല തെളിവുകളും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ സംഭവം നടന്ന സ്ഥലത്ത് നടിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അവിടെ നിന്നും തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ട്. ഇനി വിചാരണ നടപടിയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. അടുത്ത ഘട്ടം വിചാരണ നടപടിയാണ്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകും. ഈ നടിയുടെ തന്നെ പരാതിയിൽ വടക്കഞ്ചേരി പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിലും 2 മാസം മുമ്പ് കുറ്റപത്രം നൽകി. അതായത് SIT മുകേഷിനെതിരെ എടുത്ത 2 കേസുകളിലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു MLA-ക്കെതിരെയാണ് ഈ 2 ലൈംഗിക പീഡന പരാതിയും ആ പീഡന പരാതിയിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം ശ്രീകുമാർ മേനോനെതിരെയും മണിയമ്പിള്ള രാജുവിനെതിരെയുള്ള കേസിലും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്.